എന്തോ കഴിക്കാൻ രാത്രിയിൽ? ദോശയും തേങ്ങാ ചമ്മന്തി മുളക് ചമ്മന്തി. ഓ, ഇന്ന് രാത്രിയിൽ ദോശയും തേങ്ങാ ചമ്മന്തി മുളക് ചമ്മന്തിയാണ്. ഇന്ന് ലച്ചുവാണ് ഇന്നത്തെ പാചകങ്ങളൊക്കെ. അതെന്തോ അരിയുന്ന എന്തോ ഉള്ളിയോ? കൊച്ചുള്ളി എന്തിനാ? കടുക് വറക്കാനാണോ? ഇതിനോ? ചമ്മന്തിക്കോ? ആ. എന്നാൽ ഞാൻ മാവ് ഫ്രിഡ്ജിലിരിക്കുന്നിടത്തോണ്ട് വരട്ടെ. ഇന്ന് രാത്രി ദോശ ആയതുകൊണ്ട് മാവ് അരച്ചത് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ദോശ ഇടാമല്ലോ എന്ന് വിചാരിച്ച് കരിയാപ്പില എടുക്കാം. രാത്രി കരിയാപ്പില എടുക്കരുതെന്നാണ്, പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. എടുക്കരുതെന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, വല്ല എഴുജന്തുക്കളും കാണും, അതുകൊണ്ടാണ്. എന്നാലും നോക്കാം, ടോർച്ചടിച്ചിട്ട് നോക്കിയിട്ട് എടുക്കാവേ. ആ, പച്ചമുളക് അതേ ഉള്ളായിരുന്നടി. ഇല്ല, പഴുത്തിട്ടുണ്ട്. ലക്ഷ്മി രാത്രി പഴം കഴിക്കട്ടെ. പക്ഷെ അത് പഴുത്ത് കേട്ടോ, വിളഞ്ഞതല്ലായിരുന്നെങ്കിലും വിളഞ്ഞ പോലെയല്ല, അത് പഴുത്തിട്ടുണ്ട്. തേങ്ങ തിരുമ്മിയല്ലല്ലോ നമ്മൾ അരയ്ക്കുന്നത്. അപ്പം വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുമ്പോഴേ ചിലപ്പോൾ തെറിച്ച് പോയാലോ. അതാ ഞാൻ പറഞ്ഞത്, തെറിക്കും വെള്ളം ഒഴിച്ചത്. സാരമില്ല. അല്ല, നിൽക്ക് ഒരു മിനിറ്റ്, ഞാനത് ശരിയാക്കി തരാം. അരഞ്ഞോ? പിന്നെ വേണമെങ്കിൽ ഒഴിക്കാമല്ലോ. തിളപ്പിച്ച വെള്ളം ഒഴിക്കാൻ വയ്യായിരുന്നു. ഉപ്പുണ്ടോ? നോക്കിയോ? ഉപ്പുണ്ടോ നോക്കി. എൻ്റെ ഇതിട്ട് തന്നെ നോക്കാം. എന്തിയാ? ഇച്ചിരി ഉപ്പും കൂടെ വേണം. മുളക് ചമ്മന്തി. ഇനി ഇതിൻ്റെ കൂടെ മുളക് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടോ? ഉപ്പുണ്ടോ? ഉപ്പ് കറക്റ്റാണോ? എരി കുറവാണോ? എനിക്കൊന്നും മുളകില്ലായിരുന്നല്ലോ. കറക്റ്റില്ലയോ? കരിയാപ്പില എടുക്കുമ്പോഴേ നോക്കണം കേട്ടോ, അതിനകത്ത് ഇതുണ്ടോയെന്നുള്ളതേ. ഹലോ, ഈ ചിലത്തി പോലത്തെയൊക്കെ കാണും. അപ്പോൾ ഇനി എന്തുവാ, കടുക് വറുക്കാമെന്നോ അതോ ദോശ എപ്പോഴേ ചുടുന്നോ? ഇതുകൊണ്ട് ഇതിനകത്തുണ്ട് പാത്രം, ഇതുകൊണ്ടാ ചീനിച്ചട്ടി, ഇതുകൊണ്ടാ. എടുത്തു കഴുകിയതാ, ഇപ്പം കഴുകി വെച്ചതേ ഉള്ളൂ. മിക്സിയുടെ ഉപയോഗം കഴിഞ്ഞോ? അല്ല, ഇനി മറ്റേ ചമ്മന്തി വേണ്ടായോ? അപ്പോൾ പിന്നെ അതിന് ഇരിക്കട്ടെ. അല്ല, അന്നേരം പിന്നെ എടുത്ത് വെച്ചാൽ മതിയല്ലോ. അല്ലല്ല, ആ ഇല്ല. ചെമ്മ ഒഴിച്ചോ?
മുട്ടിട്ടോ. വേണം. മുളക് പൊടി ഇടുവോ? വെള്ളച്ചമ്മന്തി എന്നെ പാഴിപ്പിക്കുന്നുണ്ടോ? ഇതുവോ? അല്ല, ഇത് എൻ്റെ പായി ചെയ്താൽ പോയത്. കൂട്ടിയിട്ടേക്കാണ്. അവിടെ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് ദോശ കിട്ടുമോ? ദോശ കിട്ടും, ചമ്മന്തിയും കിട്ടും, പക്ഷേ ഇല്ല വെള്ളം പോലത്തെ ചമ്മന്തി. തേങ്ങ ചമ്മന്തിയൊന്നും. അപ്പം നിങ്ങൾക്ക് അന്നേരം വെളിയിൽ നിന്നൊക്കെ ദോശ ഓർഡർ ചെയ്ത് മേടിക്കുമ്പോൾ ദോശ കൊണ്ടുവരുമോ? ഇല്ല, ദോശ അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. മസാല ദോശ അല്ല. ഓ, പക്ഷെ അതൊരു ഇല്ലേ സോഫ്റ്റ്നെസ് ഒക്കെ തോന്നും. ഞാനവിടെ വന്ന് കഴിച്ച ആളുകൾക്ക് ദോശയില്ലയോ. പിന്നെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു മതി പോനെ. അതിനും അതെന്തെടുക്കാനാ? അകത്തോട്ട് വയ്ക്കാം. തീ കുറച്ചിട്ടേക്കോ? ഓഫ് ചെയ്തു. അല്ലാതെ ഇതിനകത്തോട്ട് ഇല്ല. ആ ആ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഒഴിക്കാം. കൈ കൊള്ളും, ഒരു കൈ കൊള്ളും, സൂക്ഷിക്കണേ. ചൂൻ്റെ ചമ്മന്തി എൻ്റെ നോക്കട്ടെ, ഉപ്പുണ്ടോ? കൊള്ളാം. അല്ലല്ല, ചുമ്മാതല്ല, നല്ലതാ. ചിലപ്പോൾ ഇതെന്തോ ഇടുന്നേ? ഇഞ്ചി. ഇതെന്തോ ഉണ്ടാക്കാനോ? ഇഞ്ചി വെച്ചിട്ടേ ചായ പാലൊഴിക്കാതെ തേയില ഇട്ടിട്ടേ ചായ ഇടാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തോ അലിച്ചുവിന് പറയാനുള്ളത്? സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത് അമ്മയുടെ വീഡിയോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഒരു താങ്ക്സ് കൂടെ പറഞ്ഞു. താങ്ക് യു.